ഏതോ ജന്മ കൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതി അശ്വിന് വാങ്ങിയ ആ മെഡിസിൻ ഏത് ഫാർമസിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തിരക്കി പല ഫാർമസികളിലും കയറി ആ റെസിപ്റ്റ് കൊടുത്തിട്ട് ഇവിടുന്ന് വാങ്ങിയതാണോ എന്ന് തിരക്കി നടക്കുന്നു. ആ സമയത്ത് മനോരമ ആൻറ്റി ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പം മനോരമ ആൻറ്റി ചോദിക്കുന്നു, നീ എവിടെ നിൽക്കുവാണെന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നത് കേട്ടിട്ട് മനോരമ ആൻറ്റി തെറ്റിദ്ധരിക്കുന്നു. ശ്രുതിയുടെ വീട്ടിൽ പോയി നിൽക്കുവാണെന്ന് തെറ്റിദ്ധരിച്ച്, ഓ നീ അശ്വിൻ ബേബിയെ തിരക്കി നടക്കുവാണെന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ശ്രുതിയുടെ കണ്ണിൽ കഴിഞ്ഞ ദിവസം ഗോഡൗണിൽ വെച്ച് കണ്ട ആ ഗുണ്ടയെ കാണുന്നുണ്ട്. ശ്രുതിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്, ഇയാളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അശ്വിനെ കണ്ടെത്താമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പുറകെ ശ്രുതി പോകുന്നുണ്ട്. ഒടുവിൽ അയാൾ ഒരു കാട്ടിൽ ചെന്ന് കയറുന്നുണ്ട്. ചുറ്റും വിജനമായ കാടായത് കാരണം ശ്രുതി പലയിടത്തും പരതി നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു കമ്പി വെടി കൊണ്ടുവച്ച് ശ്രുതിയുടെ തലക്കിട്ട് ഒരടി കൊടുത്ത് ശ്രുതിക്ക് ബോധം പോകുന്നുണ്ട്. ശ്രുതിക്ക് ബോധം വീഴുമ്പോൾ കാണുന്നത് ഒരു റൂമിൽ ഇരുട്ട് മുറിയിൽ അകപ്പെട്ട് കിടക്കുന്ന ശ്രുതിയാണ്. ശ്രുതി അശ്വിൻ സാർ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. ആ സമയത്ത് അപ്പുറത്തെ റൂമിൽ നിന്ന് അശ്വിൻ ശ്രുതിന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ശ്രുതി അശ്വിനെ നോക്കുമ്പം ശ്രുതിക്ക് മനസ്സിലാവുന്ന ഒരു ജനലിൻ്റെ വ്യത്യാസത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള റൂമിലായിട്ടാണ് ഇരുവരും നിൽക്കുന്നതെന്ന്. അശ്വിനെ കണ്ടപ്പോഴും ശ്രുതി അശ്വിൻ സാറിന് വിളിച്ച് കരയുന്നുണ്ട്. അപ്പോഴത്തേക്കും അശ്വിൻ പറയുന്നു, ശ്രുതി ഒച്ച വെച്ച് കരയരുത്, നിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവരിപ്പം കയറി വരുമെന്നൊക്കെ പറയുന്നത് കാണിച്ച് അശ്വിൻ ശ്രുതിയെ സമാധാനിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.